പ്രിയമുള്ള സുഹൃത്തുക്കളെ, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഭീരുത്വമാണ്. ഭീരുത്വം ആശയങ്ങളെ ആശയപരമായി നേരിടാൻ സാധിക്കാതെ വരുമ്പോഴാണ് വ്യക്തിഹത്യയും തേജോവധവും ആയുധവും കയ്യിലെടുക്കേണ്ടി വരുന്നത്. അതാണ് ഹമാസ് ഭീകരരുടെ, അതല്ലെങ്കിൽ ഐസിസ് ഭീകരരുടെ, SDPIക്കാരുടെ, പോപ്പുലർ ഫ്രണ്ടിന്റെ, എല്ലാ തീവ്രവാദ സംഘടനകളുടെയും പരാജയം. അവർക്ക് ആശയങ്ങളില്ല. ഒരു മതേതര രാജ്യത്ത് ഈ ഭീകര മതം ഫോളോ ചെയ്ത് ജീവിക്കൽ സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്തിന്? ചുമ്മാ. അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തുണി പൊക്കി നോക്കണം. എന്നിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയോ? ഇല്ല. അവർ നിങ്ങളിൽ ഭീകരത കാണണം. ഓ, വല്ലാത്തവര് ഒന്നൊന്നര കാരുണ്യമായി പോയല്ലോ എന്റെ പടച്ചോനെ ചെയ്തത്. ഗാസക്കാർക്കും പലസ്തീനികൾക്കും ഒക്കെ വേണമെങ്കിൽ, അതല്ലെങ്കിൽ സിറിയക്കാർക്കും ബംഗ്ലാദേശിനും അഫ്ഗാനിസ്ഥാനും ഒക്കെ വേണമെങ്കിൽ എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കിയിട്ട് അവർക്കങ്ങോട്ട് വളരാം. പക്ഷേ ഇത് ഈ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ ഭൂഷണമാണോ? ഇന്നലെ ഒരാള് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് പറയാണ്, എന്നെയും എന്റെ ഭർത്താവിനെയും ഒക്കെ നാടുകടത്തണമെന്ന്. എന്താണെന്നറിയാമോ? ഒരു പള്ളി മഹലിലും ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇല്ല പോലും. ഇപ്പോഴും ഇവരുടെയൊക്കെ കോൺസെപ്റ്റില് ഇത് പാകിസ്ഥാനാണെന്നാണ് ഇവരുടെ ധാരണ. പള്ളി മഹല് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയാ. ഒരു സൈബർ ഗുണ്ട കോട്ടയത്ത് നിന്ന് പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് പോയിരിക്കുവാണ്. എവിടെ? കോഴിക്കോട്. ജാമിദായ്ക്ക് ഏതെങ്കിലും മഹലിൽ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നറിയാൻ തലയ്ക്ക് ആളുതാമസമുള്ളവർക്ക് മനസ്സിലാകത്തില്ല ഇതിന്റെ ഒന്നും ഇന്റൻഷൻ ഇതല്ലാന്ന്. കാരണം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പറ്റിക്കണമെന്നിട്ട് മുസ്ലിങ്ങൾക്ക് ഇട്ട് തന്നെ താങ്ങണം. ഒരു സ്ത്രീയുടെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടി അവർ മുസ്ലിങ്ങളെ ആളായും പണമായും കരുവാക്കുന്നു. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിഡ്ഢിക്കുഷ്മാണ്ടങ്ങൾ അതിനകത്ത് എടുത്തു ചാടുന്നു. ഒരു പള്ളിയിലെ കാപ്പാട് നിന്നൊരു മനുഷ്യനോട് ചെന്നിട്ട്, ഇത് എവിടെയാണ് വലിയ പള്ളി? അതാണെന്ന് ചൂണ്ടിക്കാണിച്ചു. അയാൾ പോലും അറിയാതെ അയാളുടെ 3 ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇയാളാണ് എന്നെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളുടെ വീട്ടിൽ ചെന്നു. എന്നെ കൊല്ലാൻ വേണ്ടി ഒരു സൈബർ ഗുണ്ടയ്ക്ക് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തോ? ഏത് സൈബർ ഗുണ്ട? എന്താണ് ടീച്ചർ പറഞ്ഞത്? എന്നെ അറിയുന്ന ആളാണ്. അയാളുടെ ബ്രദർ ആണെങ്കിൽ ഒരു തബലിസ്റ്റ് ആണ്, നമുക്കറിയുന്ന ആളാണ്. പിന്നെ അയാളെ അലിമേഷ് പഠിപ്പിച്ച ആൾക്കാരാണ് എല്ലാവരെയും അറിയുന്നവരാണ്. ഇവരുടെ മൂക്കിൻ തുമ്പിലാണ് ഞാൻ 2-3 വർഷം താമസിച്ചിരുന്നത്. എനിക്ക് അവരിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ടീച്ചറെ, ഞങ്ങൾ അങ്ങനെയൊന്നുള്ള ആൾക്കാരല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല ആരാണ്, എവരാണ്, ഏത് സ്ത്രീയാണ്. അപ്പൊ ഇവരെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, അയ്യോ ഇതാണോ സാധനം, ഇത് വന്ന് നമ്മളോട് വഴി ചോദിച്ചു, നമ്മൾ വഴി പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഓരോരുത്തരെയും കൊടുക്കാൻ ശ്രമിക്കുന്നതാ. ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്തിരുന്നിട്ട് ഇവർക്ക് പണം ഇട്ടുകൊടുത്ത് ഇവരെ സഹായിക്കുന്ന എല്ലാവരുടെയും തന്തയ്ക്കും തള്ളയ്ക്കും ചേർത്ത് ഇവരെ തെറി വിളിക്കും. നിങ്ങളുടേത് വാങ്ങിച്ച് നക്കിയിട്ട് നിങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യും. കണ്ടറിഞ്ഞു. കാരണം ഇത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ് എന്ന് പറയിപ്പിക്കലാണ് അവരുടെയും ലക്ഷ്യം. എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കി. ഇപ്പൊ തന്നെ ഹമാസ് ഭീകരർ എന്താ ചെയ്തത്? ഹമാസിനെതിരെ പ്രകടനം നടത്തി 10 പേരുടെ തലയും ഉടലും വേർപെടുത്തി. ഇതിനെപ്പറ്റി ആദ്യം മുതലേ പറയുന്നത് ഭീകര സംഘടനയാണ്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇത് മത തീവ്ര സംഘടനയാണ്. പക്ഷേ അതിന് കേരളത്തിൽ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആരാധകർ കൂടി. കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം 2 പൊളിറ്റിക്കൽ പാർട്ടികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, കോൺഗ്രസ് പാർട്ടി, CPM. അതായത് ഡിഫൻഡ് വോയിസ് പറ്റില്ല, പ്രതിഷേധം പറ്റത്തില്ല. ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടു. ഉറപ്പായിട്ടും ഇസ്രായേലിന്റെ ഭീകരാക്രമണമാണ് ഒക്ടോബർ 8. അതിന് റിട്ടാലിയേഷൻ ചെയ്യും. അത് ഇത്രയും പേര് കൊല്ലപ്പെട്ടു. സീരിയസ് ആയിട്ട് പല ആൾക്കാരുടെ വീടും ഡിസ്പ്ലേസ്ഡ് ആയ വീടും എല്ലാം പോയി. അവരെന്ത് ചെയ്യും? കേരളത്തിലെ ഹമാസ് അനുകൂലികൾ പറഞ്ഞു എന്ത് ചെയ്യും? ആ ജനങ്ങൾ ഒന്നാമത്തെ കാര്യം, ഗാസയിലെ ജനതയുടെ കണ്ണുനീര് മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം മതേതരത്വമാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നത്. ഒരു പ്രത്യേകതരം മതേതരത്വം. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോ ഇസ്രായേല് വെറുതെ ഇരിക്കുവോ? ഇസ്രായേല് 1 ലക്ഷം പേരെ കിടത്തി. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള നിലയില് 50,000 പേരെ ഹൂറികളുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. 23 ലക്ഷം ആളുകൾ അഭയാർത്ഥികളാക്കപ്പെട്ടു. എഴുന്നേറ്റ് നിൽക്കുന്ന ഒരൊറ്റ കെട്ടിടം പോലും ഇല്ലാത്ത വിധം തകർത്തു. ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? എവിടെയാണ് നഷ്ടം സംഭവിച്ചത്? ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ മനസ്സിലാവും. ഒന്നുമില്ല, പട്ടിണി. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി പല ആൾക്കാരും ഒപ്പീനിയൻ വർക്കേഴ്സ് പല രാജ്യങ്ങളും പറഞ്ഞത് ഇത് നിർത്തേണ്ട സമയമായി. പക്ഷെ നിർത്താൻ തയ്യാറല്ല. മത തീവ്രതയാണ്. സ്വന്തമായിട്ട് ആൾക്കാർ, അതിനകത്തുള്ള ആൾക്കാർ അതിനെതിരെ പ്രതികരിച്ച് കഴിഞ്ഞപ്പോൾ ബ്രിട്ടനിലൊക്കെ വലിയ റാലി നടന്നില്ല ഹമാസിന് വേണ്ടി. പല യൂണിവേഴ്സിറ്റിയിലും അമേരിക്കയിൽ നടന്നു.
ലോകത്ത് പലയിടത്തും നടന്നു വാക്കുമില്ലാണ്. കാരണം ജനാധിപത്യ മനുഷ്യൻ എന്തുവാണെന്ന് ആദ്യം അംഗീകരിക്കും. അതിനുശേഷം ഇതിന്റെ വലിയ മാനുഷിക സ്നേഹത്തെ പറ്റി പോപ്പിനെ പറ്റി പറയും. കാരണം ആ റിപ്പോർട്ട് വായിച്ചു ഐ വാസ് ഷോക്ക്ഡ്. 10 പേരെ അതിന് പങ്കെടുത്തു, 10 പേരെ അവരെ ഹട്ടിച്ച് പിടിച്ചു. അവർ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഇതായിരിക്കും അനുഭവം. നാട്ടിൽ പോലും വിളിച്ച് പറഞ്ഞു ഇതായിരിക്കും, ഡെഡ് ബോഡി വെച്ചിട്ട് പറഞ്ഞു. കാരണം ഞങ്ങൾക്കെതിരെ മിണ്ടരുത്, ഞങ്ങൾ പോരാളികളാണ്, ഞങ്ങൾ തീവ്രവാദികളാണ്. ഇതാണ് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം കാരണം ഇവരെതിരെ ശക്തമായ രീതിയിൽ ബോംബ് ചെയ്യുമ്പോൾ പകർത്തേ മതിയാവുള്ളൂ. കാരണം ഇവർക്ക് മാനുഷിക മൂല്യം എന്നുള്ള സാധനമില്ല. മതം കഴിക്കാത്ത കയറിയേക്കോ തീവ്രവാദികളാണ്. കാരണം അവർക്ക് അതൊന്നുമില്ല. ഇതാണ് ഈ പൊളിറ്റിക്കൽ സ്ഥാനങ്ങളുടെ സംഭവം. അത് പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുന്നത് സംഭവം. ഇതാണ് കേരളത്തിലും കാഴ്ചവെക്കുന്നത്. നമ്മൾ ഈ തീവ്രവാദത്തിന്റെ നൂലാമാലകൾ, ഈ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ബേസിക് ഗ്രന്ഥത്തിനെ ഇഴകീറി പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് സമ്പാദിച്ചിട്ട് തന്നെയാണ് വിമർശിക്കുന്നത്. അപ്പൊ അതിനെ ഞങ്ങൾക്ക് മറുപടിയില്ലാത്തത് കൊണ്ട് നമ്മളെ കൊല്ലാനിറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ ഈ ഇസ്ലാം മത മൗലികവാദത്തെ സംബന്ധിച്ച് അറിയുന്ന ഏതൊരു മനുഷ്യനും രാജ്യസ്നേഹത്തെ കുറിച്ച് സംസാരിച്ചിരിക്കും. ഈ തീവ്രവാദികളെ സംബന്ധിച്ച് അഡ്രസ് ചെയ്യും ഒരു സമൂഹത്തോട് സംശയമില്ല. റിയാലിറ്റി എന്തുവാണ്? അതേപോലെ സംഭവം കേരളത്തിൽ കൊണ്ടുവരാൻ ഹമാസിന്റെ സിമ്പതൈസേഴ്സ് അനുകൂലികൾ ശ്രമിക്കുകയാണ്. അതിനെ എതിർക്കുക തന്നെ ചെയ്യും. എന്ത് വന്നാലും എതിർക്കുക തന്നെ ചെയ്യും. നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചേ മതിയാകൂ. MK ഫൈസിയെ പോലെയുള്ള തീവ്രവാദികൾ ഖലീഫ കുപ്പായം തയ്ച്ചു വെച്ചിട്ട് ഇസ്ലാമിക ദേശീയ ഗാനം വരെ ഉണ്ടാക്കി വെച്ചിട്ട് ഇസ്ലാമിന് തത്തുല്യമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ ഈ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ പോകുന്നതുവരെ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ തീവ്രവാദികളെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾക്ക് വേണ്ടത് മൃദു സമീപനം സ്വീകരിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കലല്ല, ശക്തമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ആ ഒരു രീതിയോടാണ് താല്പര്യം. അതുകൊണ്ട് ഈ മത തീവ്രവാദത്തെ എതിർക്കുന്നതിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെക്കും. ഉറപ്പായിട്ട് എതിർക്കുക. കാരണം നിങ്ങൾ അതിനെ സമ്മതിക്കില്ല, നിങ്ങൾ അങ്ങനെ ആയിപ്പോ. എനിവേ ഇതൊരു സിഗ്നൽ തന്നെയാണ്, എല്ലാവർക്കും മെസ്സേജ് തന്നെയാണ് എന്താണ് ഹമാസ് എന്ത് ദുഷ്ടത്തിൽ അവർ കാണിക്കുന്നത്. വരാനുള്ള ദിവസങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഓരോന്ന് വിളിച്ചിട്ട് വരും. ദിവസങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഓരോന്ന് വിളിച്ചിട്ട് വരും. ഞാൻ നിങ്ങളോട് ഒരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ വീഡിയോ ഓൺ ചെയ്തു. ഈ വീഡിയോയുടെ അവസാനം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, Google Pay, UPI ചില ലിമിറ്റ്, അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിരുന്നുണ്ട്. കൃത്യമായിട്ട് കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമ കേസെടുത്തു. എന്താണ് സംഭവിച്ചത്? ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പൊ നമുക്കിത് പൊളിച്ചേ മതിയാവുന്നത്. അപ്പോൾ എന്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്, ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എന്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നല്ല ആൾക്കാർ, നല്ല ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജ്. അതായത് നമ്മൾ മനസ്സിലാക്കും, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും. ഇതിന് പൊളിച്ചടക്കും. നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, എന്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അയച്ചാൽ ഞാൻ ട്രെയിൻ ചെയ്തിരുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ഇങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്നിന്റെ കാര്യങ്ങൾ പറയും. നല്ല റിപ്പോർട്ടിംഗ് ഉണ്ടായി, സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് ഇതുപോലെ രാജ്യസ്നേഹത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള വ്യക്തികളും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും നമ്മുടെ നാട്ടിൽ ഇല്ല ഇന്ന്. അതുകൊണ്ട് മാത്യു സാമുവൽ സാറിനെ പോലെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കില്ലായിരിക്കും, പറയുന്നവരെ കൊണ്ട് പറയിപ്പിക്കാനെങ്കിലും നമ്മളെ കൊണ്ട് കഴിയണം. നന്ദി.